ഈ വശം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യാത്ത വശം, ഇത് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത വശം. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സൂപ്പർ പാക്കാണ് കേട്ടോ. ഈ പാക്ക് എനിക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഭയങ്കര ഉത്സാഹമാണ്. കാരണം ഞാനിത് പരീക്ഷയ്ക്ക് 100% റിസൾട്ട് കിട്ടിയ ഒരു പാക്കാണ് കേട്ടോ. എൻ്റെ മുഖത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കറുത്ത പാടുകൾ വന്നു. അപ്പോൾ ഇത് ആദ്യം ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് ആ കറുത്ത പാടുകൾക്ക് നല്ലൊരു കളർ കുറഞ്ഞതുപോലെ എനിക്ക് തോന്നി കേട്ടോ ആദ്യത്തെ ഉപയോഗത്തിൽ. അതിനുശേഷം ഞാൻ രണ്ടാമത് ഉപയോഗിച്ചപ്പോഴും ഇതുപോലെ തന്നെ നല്ല കളർ ചേഞ്ച് ഉണ്ടായി. അങ്ങനെ ഞാനൊരു മൂന്നാമത്തെ ആഴ്ചയിൽ മൂന്നാമത്തെ തവണ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പാടുകളെല്ലാം നല്ലതുപോലെ മാറി കേട്ടോ. അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് എനിക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലായി. കാരണം നമ്മുടെ മുഖത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻസ്, കരുവാളിപ്പ്, മുഖത്തെ ആണികൾ, എന്തും ആയിക്കോട്ടെ, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഇവയൊക്കെ മറങ്ങി ഒരു പാക്ക് അടിപൊളി അതിൻ്റെ അന്നത്തോടുകൂടി മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ പാക്കുകളോ ഓയിൽസൊക്കെ നമ്മൾ മുഖത്തും ശരീരത്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ നമ്മളത് നിർത്തുമല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഞാനത് നിർത്തി കേട്ടോ. പക്ഷേ ഈ പാക്ക് നിർത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് മുഖത്ത് കുരുക്കളോ ഒന്നും വരില്ല കേട്ടോ. പക്ഷേ പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പരിപാടികളോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമുക്കിത് യൂസ് ചെയ്താൽ നല്ല ബ്രൈറ്റനിങ്ങും നല്ല കളറും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നാളെ കഴിഞ്ഞിപ്പോൾ ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ നമ്മൾ ഇന്ന് ഇത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നാളത്തേക്ക് മുഖം നല്ല രസമായിരിക്കും കാണാൻ. നാളത്തേക്ക് മുഖത്തിന് നല്ല ബ്രൈറ്റനിങ് ഉണ്ടാവും. നാളത്തെ കഴിഞ്ഞാകുമ്പോഴത്തേക്കും ആ കളറും നമ്മുടെ സ്കിന്നിൻ്റെ കളറും കൂടി ഒന്നിച്ച് നല്ല രസമായിരിക്കും മുഖം കാണാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ തലേദിവസം നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത്രയും നല്ല അടിപൊളി പാക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി ഡ്യൂട്രസ് ക്രിയേറ്റീവ് വ്ളോഗ്സ്. എൻ്റെ പേര് അശ്വതി. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഈ ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയോളം മതിയായിരിക്കും. നമുക്ക് നമ്മുടെ മുഖത്ത് എന്തൊരു അപ്ലൈ ചെയ്യാൻ ആവശ്യമുണ്ടോ അത്രയും ഉരുളക്കിഴങ്ങ് എടുക്കണം കേട്ടോ. ഇതിൻ്റെ പകുതിയോളം മതിയായിരിക്കും കേട്ടോ. നമുക്കിതിനെ അരച്ചെടുക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് റോസ് വാട്ടറാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുതേൻ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് റെഡിയായി. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കാണാം. അപ്പോൾ നമുക്കിനി പാക്ക് അപ്ലൈ ചെയ്ത് കാണാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവാൻ 1 സൈഡാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഉരുളക്കിഴങ്ങെല്ലാം ഇതുപോലെ തരിയായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ട് കിടന്നാൽ അതിൻ്റെ ആ റിസൾട്ട് ഫുൾ നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല തരി പോലെ ഇതുപോലെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിത് ഉണങ്ങുന്നതോടെ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഈ വശം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യാത്ത വശം, ഇത് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത വശം കേട്ടോ. കണ്ടോ, മാറ്റം മനസ്സിലാക്കുന്നില്ലേ? അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ കണ്ടില്ലേ? ഇത്ര സിമ്പിളല്ലേ? നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഈ പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ ഇതെല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും എനിക്ക് അറിയിക്കും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അത്ര യൂസ്ഫുൾ ആണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.